ചന്ദ്രു, എന്താ അണ്ടിയണ്ണ? നീ ഇവിടെ നിക്കണടാ. വെളിയൂരിൽ എങ്ങോട്ടെങ്കിലും പൊക്കോ. ഇന്ന് രാവിലെ പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു പറയണ കേട്ട്. SP ആകുമ്പോ അതിനുള്ള ഉത്തരവും കൊടുത്തു. എന്ത് വേണിയും ചെയ്തോട്ടെ, എനിക്കൊരു പേടിയില്ല. ഞാൻ നേരെ ചെന്ന് ചെമ്പകത്തെ വിളിച്ചിറക്കൊണ്ടുവരാൻ പോവാ. ഇനി എങ്ങനെ ശിവനെ എതിർത്താ അവനെ കുത്തിക്കീറി ഞാൻ. അവനെ കുത്തിക്കീറിയാൽ നിന്നെ ചെമ്പകത്തിന് കിട്ടൂല. അവളെ കൊണ്ട് രാത്രി നീ SP ആവാൻ പോയില്ലേ? എങ്ങാട്ട്? ചിലപ്പോ റെസ്റ്റ് ഹൗസിൽ കാണും. പട്ട് സാരി ഉടുപ്പിച്ച് ബലമായിട്ട് പിടിച്ചു വലിച്ചോണ്ട് പോയപ്പോ അവള് നിന്റെ പേര് വിളിച്ച് കരയണുണ്ടായിരുന്നു. അത് കണ്ടപ്പം ചങ്ക് പൊട്ടണ പോലെ തോന്നി. എനിക്ക് അവളുടെ ആ ബോഡി ഷേപ്പ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ അചുംബിത വന കുസുമോ എന്നൊക്കെ പറയുന്നത് ഇവളാ. എന്റെ പൊന്നു സാറേ, അന്ന് ആ സർക്കിൾ ഇൻസ്പെക്ടർ ആ പെണ്ണിന്റെ ചേലൊന്ന് തൊട്ടതില് അയാൾ അടിച്ച് ചുരുട്ടിക്കളഞ്ഞില്ലേ രാജേന്ദ്ര സാറ്? ഹരിചന്ദ്രന്റെ ആദർശമല്ലെന്ന് പ്രസംഗിച്ച് സമ്മതിക്കണം. അതാണോ രാജേന്ദ്രൻ? അവനത് ഇന്നലെ തുടങ്ങിയതല്ല. പയ്യെ തിന്നാൽ പനയും തിന്നാം, അതാ അവന്റെ പ്രമാണം. എങ്കിലും ഒരു പെങ്കൊച്ചിന് വേണ്ടി ഇത്രയും കാത്തിരുന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അത് ശരിയായില്ല. കാത്തിരുന്നതിൽ ഒരു തെറ്റില്ലെന്ന എന്റെ അഭിപ്രായം. അതിനുള്ള ഭാഗ്യമുണ്ട് അവള്. ഏതോ വിശ്വം സാക്ഷാൽ ധർമ്മപുത്രന് പോലും പെണ്ണിന്റെ കാര്യത്തെ സ്വാർത്ഥനായി. അയാൾ മതിവരുവോളം സൂചിച്ചതിന് ശേഷമല്ലേ പാഞ്ചാലിയെ ഭീമിന് കൊടുത്തുള്ളൂ. ഇവിടെ നമ്മുടെ രാജ്യത്തിൽ നിസ്വാർത്ഥന. ആദ്യം നമുക്ക് വിളമ്പിട്ടല്ലേ അയാളെ ഭക്ഷിച്ചുള്ളൂ. ഈ ഇന്നത്തെ മധുവിത് കഴിഞ്ഞാൽ നാളെ മുതൽ അവളെ ഞങ്ങള് ടൗണിലെ ചിന്ന വീട്ടിലാക്കില്ലേ, പിന്നെ കുശാല്. സത്യത്തിൽ ഇതല്ലേ ആശാണ് ഈ പെൺവാണിഭം? ഒരു ചവിട്ട് വെച്ച് തന്നാണല്ലോ. എടാ, ഏമാമാര് നടത്തുന്നതുകൊണ്ട് ഇത് പെൺവാണിഭം അല്ല. എന്നല്ല അങ്ങനെ പറ. പിന്നല്ലാതെ എവിടെ എന്റെ ചെമ്പകം? പിടിപിടാ പട്ടി, പിടിച്ചു. എടാ റാപ്പ കക്കാടിയുടെ ആസാറേ, ചെമ്പകം അവള് SP സാറും ഏർമാടത്തിലുണ്ട്. ചന്ദ്രു അറിഞ്ഞില്ലേ? എന്താ? ആനത്തോട്ടിലൊരു ശവം കിടക്കുന്നു. എടുക്കാൻ ശിവൻ പോയിട്ടുണ്ട്. ചെമ്പകാണെന്ന് എല്ലാരും പറയുന്നേ. ഇനി പൊക്കിയെടുക്ക്. അവസാനത്തൊന്ന് കൂടപ്പുറപ്പിന്റെ ശവം എടുക്കാനുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടായിരുന്ന തെറ്റി. എന്താണ് നോക്കുന്നത്? എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് കൊട്ടാരത്തിലേക്ക് വിട്ടില്ലാണോ നീ അവളെ? കണ്ട പട്ടികൾക്ക് കടിച്ചു കീറാനാണ് നീ അവളെ കൊടുത്തത്. ഈ സ്വന്തം പെങ്ങനെ ശവം കൂടി കത്തിച്ച് തിന്നണം ദ്രോഹി, കത്തിച്ച് തിന്ന്.
എന്റെ എസ് പി എമാനെ കൊന്നവനാ, കൊലപാതകിയ, ചതികനായവൻ, ഇവനാ ഇത് ചെയ്തത്. എടാ, നിന്നെ ഞാൻ, നിന്റെ ആഗ്രഹം സാധിച്ചല്ലോടാ. എന്റെ ഏമാനെ നീ കൊന്നല്ലോടാ, കൊല്ലോടാ അതിന്റെ ഞാൻ. ഞാനോ അയാളെ കൊന്നത്? മംഗലം കഴിക്കാനോ സ്വന്തമാക്കാനോ ഒന്നല്ല അയാൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. അയാളുടെ ഏമാമാർക്ക് കാഴ്ച വയ്ക്കാൻ വേണ്ടിയാ. എന്തിനാണ് കൊട്ടാരവും കാശുമൊക്കെ എന്നെ മോഹിച്ചത്? പാവപ്പെട്ടവനാണേലും എന്റെ ചന്ദ്രുവിന്റെ മനസ്സിന് സ്നേഹം മാത്രം മതിയായിരുന്നു എനക്ക്. എല്ലാം നശിച്ചില്ലേ? അണ്ണന്റെ അത്യാഗ്രഹം എല്ലാം നശിപ്പിച്ചില്ലേ? മാപ്പ് തരണം. എന്റെ മനസ്സിൽ എന്നും സ്നേഹം ഉണ്ടാവും. പക്ഷേങ്കില് ഈ ചെമ്പകത്തെ എന്നെ കൊള്ളില്ല. ഞാൻ പോട്ടെ. നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. നിന്റെ ശരീരത്തെ അവർ തൊട്ടുള്ളൂ, മനസ്സ് ഇപ്പോഴും എന്റെ അല്ലേ. എന്റെ മുത്തിനെ എനിക്ക് വേണം.